അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് തയ്യാറാക്കാം മുരിങ്ങാക്കോലും തക്കാളിയും വെച്ചിട്ടൊരു കറി. ഇത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, എന്നാലും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് തക്കാളിയും മുരിങ്ങാക്കോലും ആണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാനപ്പോൾ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണേ. ഈ ടൈമിൽ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങാപ്പീര ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം 2-3 വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് ഒരു നുള്ള് ജീരകവും കുറച്ച് മഞ്ഞൾ പൊടിയും ഇച്ചിരി വെള്ളവും ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മുടെ മുരിങ്ങാക്കോലും തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കടുക് പൊട്ടിച്ച് ഉള്ളിയും വേപ്പിലയും കൂടി നല്ല രീതിക്ക് മൊരിയിച്ചെടുത്ത ശേഷം ഇച്ചിരി കൂടി മുളക് പൊടി ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് മൊരിയിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചാറിലോട്ട് ഇതങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ തയ്യാറായിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു റെസിപ്പി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ.